ഹായ് മക്കളെ, അപ്പോഴേ ഇന്ന് 1-ാം തീയതിയാണ്. അപ്പം നമ്മളിവിടെ അമ്പലത്തിൽ ചെറുവള്ളിക്കാവ് അമ്പലത്തിൽ നിന്ന് ഊട്ടുണ്ട്. പിന്നെ അപ്പോഴമ്മ അങ്ങോട്ട് ഊട്ടിടുന്നില്ല, അപ്പോഴങ്ങോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴി പിന്നെ നമുക്ക് കാമ്പോളത്തിലൊക്കെ പോകണം. അപ്പം പോകുന്ന വഴിയുള്ള കാര്യങ്ങളെല്ലാം അമ്മ കാണിച്ചു തരാം. അപ്പം അമ്മ ഇറങ്ങട്ടെ. അപ്പം നമ്മൾ എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് അരി വേവിച്ചായിട്ട് അരി വേവാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ കപ്പ വാങ്ങിച്ചായിരുന്നേ. അപ്പം കപ്പ വെന്തമ്മ അരപ്പിട്ട് ഉടയ്ക്കുക. പിന്നെ മാങ്ങയും വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള കറി. അപ്പം അത് വേവിക്കാതെ വെച്ചിട്ടുണ്ട്. അതിന് അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ മേടിച്ചു, കേരച്ചൂര ഉണ്ടോ, കേരച്ചൂര വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിന് കൂട്ടാൻ വെക്കണം. അപ്പം അമ്മ കൂട്ടാൻ വെക്കാൻ എടുത്ത് കാണിച്ചാലേ ഉടച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ഒഴിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒഴിച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അത് തിളക്കുകയൊക്കെ ചെയ്യണം. തിളക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാനുള്ള ചട്ടി അമ്മയോടെ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം നമുക്ക് അതിനകത്തോട്ട് ആദ്യം 2 ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 2 കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കാന്താരി ഒരു 5-6 ചതച്ചത്, ഉള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉപയോഗിക്കുന്നു കേട്ടോ, അത് കുറച്ച് മതി. എന്നിട്ട് അത് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അത് പെട്ടെന്ന് ഇട്ടിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഇടുന്നത്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിച്ചില്ല, ഇത് മറ്റേ സാധാ മുളക് പൊടിയാണ്. അപ്പോൾ നമുക്കത് ഒരു 3-4 അര കിലോ മീനല്ലേ, അപ്പോൾ അര കിലോ മീനിൻ്റെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണേ. 5 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം. കാരണം ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂക്കണം. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത്. നല്ലോണം മൂക്കണം. മൂത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കണേ. നമ്മൾ വെള്ളം എടുത്തുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി കറി നാളെ എടുക്കാനാണ് ടേസ്റ്റ് കേട്ടോ. അത് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വെള്ളം ചേർക്കാം. കണ്ടോ, ഇത്രയും വെള്ളമേ ചേർക്കാവൂ, തോനെ വെള്ളം ചേർക്കും. പിന്നെ കുടംപുളി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്, 4 കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് 2 കടിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇച്ചിരി ഉപ്പ് ചേർക്കണം. കല്ലുപ്പ് ഇത്ര ഇടുന്നുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് മീനിടാൻ. കണ്ടോ, തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പം അത് തിളക്കട്ടെ. നമ്മൾ അരിയൊക്കെ ഊറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വേവുകളുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി വെള്ളം തളിച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടെ വേവാൻ വേണ്ടി വെച്ച് നമുക്ക് ചെറിയ തീ വെച്ചേക്കാം. അപ്പോൾ അവിടെ നമ്മൾ മീൻ കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീനിടാം. ഇതാണ്ട മീനെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീനിടാം. ഒരുപാട് പ്രാവശ്യം കഴുകി മീൻ കേട്ടോ.
പിന്നെ അല്ല വന്നിരുന്ന് ഓരോന്നും കാണിക്കുക. അപ്പം നമ്മുടെ മീനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിനകത്തുള്ള മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും എല്ലാം ഉണ്ട്. ഇനി ഇത് നല്ലോണം മീൻ പിടിച്ച് തിളച്ച് വറ്റി വരട്ടെ. ഇത് നമ്മൾ 2-3 കഷ്ണം വറുക്കാനുള്ള കുത്തിപ്പാടൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇടുന്നുണ്ട് മീൻ വറുക്കാൻ വേണ്ടി. പിന്നെ ഇത് കേരച്ചൂരിയാണ് നമ്മൾ ഇച്ചിരി കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഇത്ര നമ്മൾ വറുക്കാൻ ഇടുന്നത്. ഉപ്പിട്ടിട്ടുണ്ട്. 5 കഷ്ണം ഉണ്ട് കണ്ടോ. നമുക്കത് അതിലോട്ടിട്ട് കൊടുക്കാം. പാത്രം ചെറുതാണെന്ന് നോക്കണ്ട, അതൊക്കെ ഇതായിക്കോളും. അയ്യോ വരണം തടയത്തി, കുഴപ്പമില്ല. കണ്ടോ കുരുമുളക് തോന്നിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത് കേട്ടോ. മുളക് പൊടി കുറവിട്ടിട്ട് കുരുമുളക് തോന്നിയിട്ടിട്ടുണ്ട്. നല്ല എരിയൊക്കെ കാണും. ഉണ്ടോ അപ്പോൾ നല്ല എരിയുണ്ട് കുരുമുളകായിട്ട്. അപ്പോൾ അത് വറുക്കാൻ നേരത്തെ നമ്മൾ കാണിക്കാം. അപ്പോൾ ഇത് കറി തിളച്ച് വരട്ടെ. ഇവിടെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? നമുക്ക് ചോറ് കഴിക്കേ. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പാം. കണ്ടോ ചോറ് കുറേശ്ശെ വിളമ്പിയത് കാരണം കപ്പയുണ്ട്. കാരണം ചോറ് കുറച്ച് മതിയേ. പിന്നെ നമുക്ക് നല്ല സൂപ്പർ കപ്പണ്ട, നല്ല വെന്തുടഞ്ഞ കപ്പണ്ട. അപ്പം നമുക്ക് കപ്പ ഇച്ചിരി തോനെയെടുക്കാം. ഉണ്ടോ കപ്പ. പിന്നെ നമ്മുടെ ഒഴിച്ചോറി അങ്ങനെ എടുക്കാം. ഇതിനകത്ത് കഴിക്കാം. പിന്നെ നമ്മൾ ടേസ്റ്റിയായ മീൻകറി കണ്ടോ. അടിപൊളി മീൻകറി കണ്ടോ. സെറ്റായിട്ടുണ്ട്. നമുക്ക് മീൻകറി ഒരു പാത്രത്തിലോട്ട് കോരുക. ഞങ്ങൾ ഒഴിച്ച് കഴിക്കാം. സൂപ്പർ മീൻകറി. മീൻകറി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനെടുത്ത് കഴിക്കും. പിന്നെ നമ്മൾ മീൻ വറുത്തത് കണ്ടോ. അപ്പം ഇത്രയാണ് അമ്മയുടെ ഉച്ചയിലത്തെ ഊണ്. അപ്പം എല്ലാ മക്കളും ഉണ്ടോ കുട്ടികളിലേക്ക് വന്നാൽ ചോദിക്കണം കണ്ടോ. അപ്പം സൂപ്പർ മീൻ വറുത്തത് കൂട്ടി നമുക്ക് കഴിക്കാം. നമ്മൾ കഴിക്കട്ടെ. എല്ലാവരും തട്ടിയിട്ട് വെക്കട്ടെ. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടത് എല്ലാം തട്ടിയിട്ട് പറത്തി ഒതുക്കുവാണ്. എല്ലാം തട്ടി ഒതുക്കട്ടെ. പിന്നെ നമ്മൾ വിളക്കെത്തിക്കുന്ന സാധനം മേടിച്ചു. അത് മക്കൾ കണ്ടായിരുന്ന വാ കാണിച്ചു തരാവേ. വാ കണ്ടോ കണ്ടോ. നല്ല ഭംഗിയില്ലേ. നല്ല ഭംഗിയില്ലേ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് വിളക്കെത്തിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് അമ്മ ഇതിനകത്താണ് ഇന്ന് വിളക്കെത്തിച്ചത്. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാത്രിത്തേക്ക് അമ്മ രാവിലത്തെ ആഹാരം തന്നെ കഴിക്കാൻ പോവുകയാണ്. അമ്മ കാണിച്ചു തരാം. അപ്പോൾ അമ്മ മഞ്ഞളും കാശ്മീരി മുളകും ഒക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അത് കുറച്ചമ്മ ഉണക്കിയിട്ടുണ്ട്. കഴുകി നല്ല അഴുക്കുണ്ടായിരുന്നു. അത് കഴുകി കുറച്ച് ഉണങ്ങി. ഇത് നാളെ ഒന്നുകൂടെ എടുത്തിട്ട് ഉണക്കണം. പിന്നെ ഇത് നമ്മൾ മഞ്ഞളില്ലേ, മഞ്ഞൾ വാങ്ങിച്ചത് കമ്പോളത്തിൽ പോയി അത് ഉണക്കണം. പിന്നെ ഇത് ജീരകം കഴുകി വെച്ചത് അത് ഉണക്കണം. ഇത് പാവയ്ക്കയും 3-4 ജാതിക്കയുണ്ട് അത് ഉണക്കണം. നാളെ ഇതെല്ലാം നാളെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ആണ്ട് കപ്പയും ആ ചോറും
മീൻ കൂട്ടാനും എല്ലാം ഉണ്ട്. അപ്പം അമ്മ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മളെ ഒഴിച്ചെറിയുണ്ട്. അപ്പോഴേ അമ്മ ചോറാണ് കഴിക്കുന്നത്. അപ്പം അമ്മയുടെ മോക്ക് വേണ്ടി ഒരു ഇച്ചിരി മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചിക്കനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്, കണ്ടോ, പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി ചോറ് വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ലോങ് വീഡിയോ അമ്മ വേറൊരു ഇതിനകത്ത് ഇടാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അമ്മ വേറെ ലോങ് വീഡിയോക്കകത്ത് ഇടാം. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ ലോങ് വീഡിയോ കാണണം, ഷോർട്ട് വീഡിയോ കാണണം. അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നാളെയോ മറ്റന്നാളോ നല്ലൊരു വീഡിയോ ഇട്ട് തരാം. ടാറ്റാ.